ഒന്നും പറയണ്ട സ്റ്റാ, ഇന്നത്തെ ട്രിപ്പ് കണ്ണൂരെ കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. ഈ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടുമ്പിൽ 10 മണിക്ക് നമ്മൾ റെഡി ആക്കുന്നുണ്ട്. ഈ റൂട്ടിൽ നിന്നായിട്ട് ആൾ വരുന്നുണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കുറേ നേരം സമയം നോക്കുമ്പോൾ 10:20, 10:30, 10:40. എന്നിട്ട് പാർട്ടിനെ കണ്ടില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തിനാ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഒരു വെട്ടിപ്പീട് ഉണ്ടായിരുന്നു. അത് കുറച്ച് മിഠായിയൊക്കെ വാങ്ങി ഈ ചേട്ടൻ കുറേ നേരം നമ്മൾ വണ്ടി നോക്കി നിന്നിട്ടോ. സമയം 11:20 ഇപ്പോഴും പാർട്ടി വന്നില്ല. ഏകദേശം ഒരു 11:45 കഴിഞ്ഞിട്ട് വണ്ടി കയറുമ്പോൾ അവസാനം എല്ലാ പരിപാടിയും കഴിഞ്ഞ് സ്ഥലത്തെത്തുമ്പോൾ രാത്രിയായി പോയി. ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ട്രെയിൻ ഉണ്ടല്ലോ, അന്ന് രാത്രിക്കത്തെ ട്രിപ്പ് നമ്മൾ തിരിച്ചെത്തിയാൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. പിറ്റേന്ന് പൊലച്ചക്ക് 5 മണിക്ക് നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 6:45 ഈ ട്രെയിൻ കയറിയിട്ട് എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് കേട്ടോ നമ്മൾ പോകുന്നത്. എയർപോർട്ടിലേക്ക് ഇപ്പോൾ എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബസ്സാടുണ്ട് കേട്ടോ. ട്രെയിനത്തെ യാത്രകൾ കണ്ടിട്ട് എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളല്ലേ. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഇറങ്ങാൻ പോകുന്നത്. ആലുവയിൽ ഇറങ്ങി എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ലോക്കൽ ബസ്സിൽ കയറുന്ന പകരം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ബസ്സില്ലാതെ പറഞ്ഞിട്ട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് പോയിട്ട് 80 രൂപ ടിക്കറ്റ് എടുത്തിട്ട് എയർപോർട്ടിന്റെ പുറത്തേക്ക് ബസ് കയറി. എല്ലാ ട്രിപ്പും ചിലപ്പോൾ ഒരുപാട് ആയിക്കോളുന്നില്ല. പല രീതിയിലുള്ള ആൾക്കാർ പല ട്രിപ്പിലുണ്ടാവും. ഇന്നലത്തെ യാത്ര കുറച്ച് മോശമായിരുന്നെങ്കിൽ ഇന്നത്തെ യാത്ര അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നേരെ എയർപോർട്ടിലേക്ക് ലക്ഷ്യമാക്കിയിട്ട് ആ ബസ്സിലെ യാത്ര ആസ്വദിച്ച് ഇങ്ങനെ പോകട്ടോ. സംഭവം അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ബസ്സിൽ AC ഫുൾ കണ്ടീഷനായിട്ടുള്ള വണ്ടിയിലായിരുന്നു നമ്മൾ യാത്ര. അങ്ങനെ അവസാനം നമ്മൾ ബസ്സിൻ്റെ അടുത്ത് എത്തി. തൊട്ടടുത്ത് നിന്നൊരു വിമാനം അതാ വന്നപ്പോക്കിന് പോകുന്നത് കണ്ടു. അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള പമ്പിലേക്ക് പോയി. അവിടെ ഇതാ നല്ല അടിപൊളി കാഴ്ചകൾ. പമ്പിന് മുരാളി അടിപൊളിയാണ്. അടുത്ത വിമാനം ഇതാ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലേക്ക് ഉള്ളിലേക്ക് പോയി നമ്മൾ പാർട്ടിനെ കൂട്ടി. അങ്ങനെ തിരിച്ചു വരുന്ന നേരത്തെ എണ്ണ അടിക്കാൻ നിർത്തി. അതിനുശേഷം നമ്മൾ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ നിർത്തി. എൻ്റെ അടുക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേന് ഇരുട്ടായിട്ടോ. അപ്പോൾ രാത്രിയത്തെ ഡിന്നറോട് കഴിഞ്ഞിട്ട് ഞാൻ അവരെ നൈസായിട്ട് അവിടെ ഇറക്കാനും പോയി. അതിനിടയ്ക്ക് ഞാനൊരു ചായയും ഒരു ബ്രെഡ് പോക്കറ്റും കഴിച്ചിട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.